അപ്പോൾ പിന്നെ പനീറൊക്കെ റെഡിയായ സ്ഥിതിക്ക് നമുക്കിന്നൊരു പനീർ റെസിപ്പി ഉണ്ടാക്കാം. പനീർ ബട്ടർ മസാല. അപ്പോൾ കാര്യങ്ങളിലേക്ക് കിടക്കാനായിട്ട് സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ മസാല ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് പട്ടയുടെ ഇല, ഗ്രാമ്പൂ, ഏലക്ക, ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം തക്കാളിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ പേസ്റ്റ് ആക്കാൻ പോകണം, അതുകൊണ്ടാണ് വലിയ സൈസിൽ അരിഞ്ഞിട്ടേക്കുന്നത് കേട്ടോ. ഇനി പനീർ റെഡിയാക്കാനായിട്ട് അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്തിട്ട് അതിന് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതിനെ വറുത്തിട്ട് വേണം നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട്. എണ്ണ ചൂടായിട്ട് അത് ഞാൻ വറക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ ചട്ടിയിൽ ഇരുന്നവന്മാർ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ബട്ടർ മേടിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ബട്ടർ ഉണ്ടാക്കാൻ പോവാണ്. വീട്ടിൽ നല്ല പാൽപ്പാട ഇരിക്കുന്നുണ്ട്. ഒരു 3 സ്പൂൺ പാൽപ്പാട എടുത്തിട്ട് അതിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മുന്നേ നെയ്യ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് പോയി കണ്ടാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ക്രീമും കൂടെ നമ്മൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. പാല് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് പാലും കുറച്ച് കോൺഫ്ലവറും കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് കുറുകി വരുന്ന സമയത്ത് നല്ല ഫ്രഷ് ക്രീമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇച്ചിരി ബട്ടറും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫ്രഷ് ക്രീം ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം സെറ്റപ്പാക്കിയ ആൾക്കാർ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിന് നന്നായിട്ട് ഇനി മിക്സിയിൽ അടിച്ചിട്ട് എടുക്കണം. ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിത് അരിച്ചിട്ടില്ല, നേരെ ഡയറക്റ്റായിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചെയ്തേക്കണം. അതൊന്ന് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതേ പനീറൊക്കെ ഇച്ചിരി പൊടിഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ മസാലയിലേക്ക് പനീറിനെ ഇട്ട് കൊടുക്കുക. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ക്രീമും കൂടി ആഡ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ അടിപൊളി പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നേരെ പോയി ഫുഡ് അടിക്കാം.